പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് വലിയ ശൂര പരാക്രമി അല്ലെങ്കിൽ എല്ലാവരെയും പൊളിച്ചടക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലും ഒരു ദിവാസ്വപ്നം കണ്ടിട്ടാണ് നമ്മുടെ അബി അനന്തപുരിലോട്ട് വരുന്നത്. അങ്ങനെ അനന്തപുരിലോട്ട് വന്ന ശേഷം അബിയെ കണ്ടിട്ട് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ജലജയും നവയും ആട്ടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് വാ മോനെ അകത്തോട്ട് വാ, അല്ലെങ്കിലും എൻ്റെ മോൻക്ക് ഭാര്യയും ഈ അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ആരെയും നമ്മൾ വിശ്വസിക്കരുത് മോനെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും ഒക്കെ കേൾക്കത്ത രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അബി അകത്തോട്ട് കയറി പോകുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് അവസാന വാണിങ്ങും ഞാൻ തന്നു കഴിഞ്ഞതാണ്. ഇനിയും നീ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പഴയ രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ താഴ്ച കണ്ടറിയേണ്ടി വരും, നിൻ്റെ തോൽവി കണ്ടറിയേണ്ടി വരും. തൽക്കാലം നിന്നെ ഞാൻ ഓഫീസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. നീ ഓഫീസിലേക്കും പോകണ്ട, എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നും പറയാതെ തന്നെ തല കുനിച്ച് പോവാണ് അബി ചെയ്തത്. പക്ഷേ ജലജയാണെങ്കിൽ അച്ഛനോട് തർക്കിക്കുന്നുണ്ട്, മുത്തശ്ശനോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷേ ആദർശ് എത്രയോ വലിയ തെറ്റാ ചെയ്തത്, അവൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ തന്നെ ജലജ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നോട് പലതവണ ഞാൻ അക്കാര്യം ഇവിടെ വിളമ്പരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് വിളമ്പേണ്ടി വരും, കയറിപ്പോ അകത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജയെ ആട്ടി വിടുകയാണ്. അങ്ങനെ അവർ മുകളിലോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് എന്താണ് മോനെ, എന്തൊക്കെയാണ്, നമുക്ക് ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാണ് വരുന്നത്. ആദർശ് എന്തായാലും കുറച്ച് നട്ടം തിരിയുന്നത് നമുക്ക് കാണാം. അവന് നട്ടം തിരിഞ്ഞാലേ ഇവിടെയുള്ള അനന്തപുരിക്കാരും നട്ടം തിരികുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ അവന് ദുബായിലേക്ക് പോവേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദർശ് ദുബായിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ നയനയെയും ഒക്കെ ഇട്ട് പാഠം പഠിപ്പിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജലജ പറയുന്നുണ്ട്, എന്തായാലും മോനെ ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണ്ട, എന്തായാലും ഓഫീസിലോട്ട് പോകണം. ആ ബന്ധം അങ്ങോട്ട് പോവാതിരുന്നാൽ പിന്നെ ആകെ വഷളായി പോകും. നീ എല്ലാവരും ധിക്കരിച്ച് പൊയ്ക്കോ, എന്തായാലും നിനക്ക് അവകാശമുള്ള കാര്യം ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ അബിയെ ഓഫീസിലോട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ജലജ പറഞ്ഞതനുസരിച്ച് അബിയെ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അനി ക്യാബിനിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അബിയെ ആ ഒരു വേഷത്തിലും ആ ഒരു സീറ്റിലും കണ്ടിട്ട് നമ്മുടെ അബിയാണെങ്കിൽ നെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇവന് ഇവിടെ എങ്ങനെ ചാർജ് എടുത്തു, ഇവനെ ഓഫീസിൽ കയറുന്ന ശീലമൊന്നും ഇല്ലല്ലോ, അതും ഞാനിരിക്കേണ്ട കസേരയിൽ ഇവനെ കയറി ഇരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അബി അങ്ങോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശൻ എന്നെ കയ്യോടെ തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ്, ഇതങ്ങ് സ്വീകരിക്കുക, എന്നിട്ട് ഓഫീസ് വിട്ട് പുറത്ത് പോകാൻ നോക്ക്. ഇനി നിനക്ക് ഈ ഓഫീസിൽ ഒരു സ്ഥാനവുമില്ല, നിന്നെ ഓഫീസിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിട്ടിരിക്കുകയാണ്, നിനക്ക് ഇനി ഒരു അവകാശവും ഒരു ബന്ധവും ഓഫീസുമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ കൊടുക്കുകയാണ്. അതിൽ വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നീ കുറിച്ച് വെച്ചോ നിൻ്റെ അന്ത്യം, നീ ഇങ്ങനെ സുഖമായിട്ട് വാഴാമെന്നൊന്നും വിചാരിക്കേണ്ട, നീ എന്താ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്കിട്ട് താങ്ങാൻ നടക്കുകയാണോ, ഇതിന് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനിയും പറയുന്നുണ്ട്, അതെ നമുക്ക് കാണാം, ആരുടെ തകർച്ചയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ അബി ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അജ്ഞാതനായിട്ടുള്ള ആളാണ്, പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ അബിക്ക് അറിയാം, അബി അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഫോൺ ചെയ്തിട്ട് നമ്മുടെ ആദർശിനിട്ട് നല്ലൊരു പണി കൊടുക്കണം, എന്നിട്ട് അടുത്ത മാസം തന്നെ ആദർശിനെ ദുബായിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സുഹൃത്ത് അത് ഞാൻ ഏറ്റു, അവൻ വാലിന് തീ പിടിച്ച പോലെ ദുബായിൽ എത്തുന്നത് നിനക്ക് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനന്തപുരത്തിലോട്ട് പോവുകയാണ്. പോയിട്ട് ഈ ഒരു ഫോൺ വിളിക്കായിട്ടും ആദർശ് തീപിടിച്ച് ഓടുന്നത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അബി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അബി വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദർശ് ഒരു മൂടിന് തീപിടിച്ച പോലുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഓടുന്നുണ്ട് ഒരു ഫോൺ കോൾ വന്ന ശേഷം. അതിൽ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തണം, ഇല്ലെങ്കിൽ നിൻ്റെ ബിസിനസ് ഇവിടെയുള്ള കരാറ് ഒക്കെ തകർന്ന് തരിപ്പണമാക്കും, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു കരാറ് വേറെയും ഉണ്ട്, അത് നേരിട്ട് വന്ന് സംസാരിക്കാം, ഇല്ലെങ്കിൽ നിൻ്റെ ബിസിനസ്സിൽ കോടികളുടെ നഷ്ടമാണ് വരാൻ പോകുന്നത്, നമ്മൾ തമ്മിലൊരു ടെൻഡർ ഒപ്പിട്ടതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കിയിരുന്നല്ലോ, അതൊക്കെ മറന്ന് നീ ഓരോന്ന് ചെയ്ത് കൂട്ടിയിരിക്കുകയാണ്, അതിനെക്കൊണ്ട് നീ ദുബായിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അജ്ഞാതൻ്റെ കോൾ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഭീഷണിയുടെ സ്വരമൊക്കെ മുഴക്കിയിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ആദർശ് കുറച്ച് പേടിച്ചിട്ടുണ്ടെങ്കിലും
ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് പരാതി കൊടുക്കാനും ആദർശിന് ദുബായുമായിട്ടുള്ള കണക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് മുത്തശ്ശനാണ് അക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദുബായുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ നമ്മൾ ഇല്ലല്ലോ, ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായിട്ടാണല്ലോ, ഇതിലെന്തോ ചതിയുണ്ട് മോനെ, ആരോ മനഃപൂർവ്വം ചെയ്താൽ, പ്രത്യേകിച്ച് ആ അബി എന്ന് പറയുന്നവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ട് ഞാൻ ഏത് നിമിഷവും ഒരു പണി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു ജന്തുവാണ്, എന്തായാലും ഇതിനൊരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നന്ദുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. നന്ദു ആ ഒരു കോള് വന്നത് എവിടെ നിന്നാണ് എന്നുള്ളതും പുറത്ത് ഒരു ആളെ വെച്ചിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കോള് പോയതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു ആള് നമ്മൾ ആദർശമായിട്ട് കോണ്ടാക്ട് ചെയ്തുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കുകയാണ്, അബിയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത്.